സമയത്തിൽ പിന്നിലോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞുപോയ ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ഏതെങ്കിലും അവസരമോ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഒരു തെറ്റോ തിരുത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ചിന്തിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതുപോലെ തന്നെ സമയത്തെ മുന്നിലോട്ട് ചലിപ്പിച്ച് ഭാവിയിലേക്ക് പോയി ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാണാൻ അവസരം കിട്ടിയിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരും നമുക്കിടയിലുണ്ട്. ടൈം ട്രാവൽ എന്ന ആശയം മനുഷ്യ മനസ്സിൽ ഇടം നേടിയിട്ട് കുറച്ചധികം കാലമായി. ശാസ്ത്രീയ സാങ്കല്പിക സിദ്ധാന്തങ്ങളിലും ഹോളിവുഡ് സിനിമകളിലും മാത്രം കാണാൻ കഴിയുന്ന ഒന്നായിട്ടാണ് ടൈം ട്രാവൽ കരുതപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കരുതുന്നത് പോലെ അസാധ്യമായ ഒരു കാര്യമാണോ ടൈം ട്രാവൽ? ഈ വീഡിയോയിലൂടെ ടൈം ട്രാവലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഏവർക്കും എറ്റേണൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണുമ്പോഴാണ് ടൈം ട്രാവൽ എന്ന ആശയം വെറും സാങ്കല്പികം മാത്രമല്ല എന്ന് മനസ്സിലാകുന്നത്. പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിലുള്ള പ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ ഒരുപാട് കാലം വേണ്ടിവരും. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല. കാരണം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പ്രകാശവർഷം അകലെ നിന്നാണ് ഈ പ്രകാശം ഭൂമിയിൽ എത്തുന്നത്. ഇത്രയും അകലെ നിന്ന് ഈ പ്രകാശം ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും ആ നക്ഷത്രം ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 65 ലക്ഷം പ്രകാശവർഷം അകലെയുള്ള അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയെ നിരീക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അവർ കാണുന്നത് 65 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഭൂമിയെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡൈനോസറുകളെയും ഡൈനോസറുകളുടെ വംശനാശത്തിന് പിന്നിലുള്ള കൃത്യമായ കാരണവും കാണാൻ സാധിക്കും. നമ്മൾ ഭൂമിയിൽ നിന്നും 65 ലക്ഷം പ്രകാശവർഷം സഞ്ചരിച്ച് ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഡൈനോസറുകളെ കാണാൻ സാധിക്കും. നിർഭാഗ്യവശാൽ അത്രയും ദൂരം സഞ്ചരിക്കുവാനുള്ള ടെക്നോളജി നമുക്കിപ്പോൾ ഇല്ല. എന്തായാലും ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇതും ടൈം ട്രാവൽ തന്നെയാണ്. ഇതുപോലെ തന്നെ ഭാവിയിലേക്ക് പോകണമെങ്കിൽ വേണ്ടത് വേഗതയാണ്. ഒരു വസ്തുവിന്റെ സഞ്ചാര വേഗത കൂടുന്നതിനനുസരിച്ച് അതിന്റെ സമയത്തിന്റെ വേഗത കുറയും. ഇതിനെയാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഒരാൾ റോക്കറ്റിൽ കയറി സ്പേസിൽ പോയി ഭൂമിയിൽ തിരിച്ചു വരുമ്പോൾ അയാൾ വിജയകരമായി ഭാവിയിലേക്കുള്ള ടൈം ട്രാവൽ നടത്തിയെന്ന് പറയാം. ഇതാണ് ടൈം ട്രാവൽ എന്ന ആശയത്തിനുള്ള പ്രധാനമായ ആധാരം. ബഹിരാകാശത്ത് പോയിട്ടുള്ള ആസ്ട്രോണറ്റ്സ് എല്ലാവരും തന്നെ ഈ പ്രതിഭാസം അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷേ വളരെ ചെറിയ രീതിയിലാണെന്ന് മാത്രം. കാരണം ഭൂമി ചലിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഗതയിൽ മാത്രമാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ സഞ്ചരിക്കുന്നത്. 2015 ഗെന്നഡി പഡാൽക്ക എന്ന കോസ്മോണറ്റ് സ്പേസിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു എന്ന കാര്യത്തിൽ വേൾഡ് റെക്കോർഡ് തന്റെ സ്വന്തം പേരിലാക്കി. പല ദൗത്യങ്ങളുടെ ഭാഗമായി ഇദ്ദേഹം 879 ദിവസങ്ങൾ സ്പേസിൽ ചിലവഴിച്ചു. കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്നവരെക്കാൾ 6.9 മില്ലി സെക്കൻഡുകൾ ഇദ്ദേഹം ഭാവിയിലേക്ക് സഞ്ചരിച്ചു എന്ന് മനസ്സിലായി. 6.9 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാണ്. എന്തായിരുന്നാലും ഗെന്നഡി പഡാൽക്ക അക്ഷരം പ്രതി ഒരു ടൈം ട്രാവലർ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള എല്ലാ ആസ്ട്രോണറ്റ്സും ടൈം ട്രാവലേഴ്സ് ആണ്. കാരണം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ 7.66 കിലോമീറ്റർ എന്ന വേഗതയിലാണ്. എന്നുവെച്ചാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൂടെ വലിയ രീതിയിലുള്ള ഒരു ടൈം ട്രാവൽ ഒന്നും നടത്തുവാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് 100 വർഷങ്ങൾ ISS-ൽ ജീവിക്കുമ്പോൾ ഭാവിയിലേക്ക് 1 സെക്കൻഡ് മാത്രമേ സഞ്ചരിക്കുവാൻ സാധിക്കൂ. അതുകൊണ്ട് വേഗതയിൽ സഞ്ചരിച്ച് ടൈം ട്രാവൽ ചെയ്യുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. എന്നാൽ സമയത്തെ നിയന്ത്രിക്കുവാൻ പറ്റുന്ന മറ്റൊരു ശക്തിയുണ്ട്. അതാണ് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ള സ്ഥലത്ത് സമയത്തിന് വേഗത കുറവായിരിക്കും. ആറ്റോമിക് ക്ലോക്കുകൾ ബഹിരാകാശത്ത് എത്തുമ്പോൾ വേഗത കൂടുമെന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ വളരെ ചെറിയ രീതിയിലാണെന്ന് മാത്രം. എന്നാൽ ഭൂമിയേക്കാൾ വളരെയേറെ ഗുരുത്വാകർഷണ ബലമുള്ള ഒരു വസ്തുവിനെ ഉപയോഗിച്ചാൽ വലിയ രീതിയിൽ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോളുകളുടെ ഗുരുത്വാകർഷണ ബലം അതിതീവ്രമാണ്. ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉപരിതലത്തിലെത്തി അതിനെ കുറച്ചു സമയം ഭ്രമണം ചെയ്ത ശേഷം തിരിച്ചു വന്നാൽ ഭാവിയിലേക്കുള്ള ടൈം ട്രാവൽ ചെയ്തു എന്നാണ് അർത്ഥം. ശാസ്ത്രീയ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഈ സിദ്ധാന്തം ശരിയാണെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു റിയൽ ലൈഫ് ടൈം ട്രാവലിന് പറ്റിയ ഏറ്റവും ഉത്തമമായ മാർഗം ഇതുതന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സൂപ്പർ മാസീവായ ബ്ലാക്ക് ഹോളുകൾക്ക് സമയത്തിന്റെ ഏകദേശം 50% കുറയ്ക്കുവാൻ സാധിക്കും. അതായത് ഒരു 10 വർഷം സൂപ്പർ മാസീവായ ബ്ലാക്ക് ഹോളിന്റെ ഉപരിതലത്തിലൂടെ പറന്നാൽ അത് ഭൂമിയിലെ 20 വർഷത്തിന് തുല്യമായിരിക്കും. ഇത് തികച്ചും വലിയ രീതിയിലുള്ള ടൈം ട്രാവൽ തന്നെയാണ്. പക്ഷേ ഈ മാർഗം അത്രത്തോളം പ്രായോഗികമല്ല. പ്രധാന കാരണം ദൂരമാണ്. ടൈം ട്രാവൽ ചെയ്യാനായി ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉപയോഗിക്കുവാനാണ് പദ്ധതിയെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ, അതായത് ക്ഷീരപഥത്തിന്റെ മധ്യത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായ സജിറ്റേറിയസ് എ സ്റ്റാർ ആണ്. 26,000 പ്രകാശവർഷം അകലെയാണ് സജിറ്റേറിയസ് എ സ്റ്റാർ സ്ഥിതി ചെയ്യുന്നത്. അതായത് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും 26,000 വർഷങ്ങൾക്ക് ശേഷമേ അവിടെ എത്തുകയുള്ളൂ. അവിടെ എത്തി 10 വർഷം ബ്ലാക്ക് ഹോളിന് ചുറ്റും സഞ്ചരിക്കുന്നു. പിന്നെയും 26,000 വർഷമെടുത്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ 52,000 വർഷങ്ങൾക്ക് മുകളിൽ സമയമെടുക്കും.
അങ്ങനെ 20 വർഷം മാത്രം ഭാവിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് 52,000 വർഷങ്ങൾക്ക് മുകളിൽ ഭാവിയിലേക്ക് പോകും. അതുകൊണ്ട് ബ്ലാക്ക് ഹോളിനെ ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്യാമെന്ന ആശയം അടുത്ത കാലത്തൊന്നും നടക്കില്ല. എന്തു തന്നെ ആയാലും ഭാവിയിലേക്കുള്ള ടൈം ട്രാവൽ തികച്ചും സാധ്യമാണ്. പക്ഷേ ഭാവിയിലേക്ക് മാത്രമല്ല, കഴിഞ്ഞ കാലത്തിലേക്ക് പോകുവാനും ഒരു സംവിധാനം വേണം. എന്നാൽ നിലവിലുള്ള ഫിസിക്സിന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയത്തെ പിന്നിലേക്ക് ചലിപ്പിക്കണമെങ്കിൽ ഫിസിക്സിലെ പല നിയമങ്ങളും തെറ്റാണെന്ന് തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടിക്കലി അസാധ്യമാണ്. എങ്കിലും കഴിഞ്ഞ കാലത്തിലേക്കുള്ള ടൈം ട്രാവൽ സാധ്യമാകുമെന്ന് തന്നെയാണ് റൊണാൾഡ് മല്ലറ്റ് എന്ന ഫിസിസിസ്റ്റ് പറയുന്നത്. വർഷങ്ങളായി ടൈം ട്രാവൽ സാധ്യമാകുമെന്ന് തെളിയിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇതിനായി ശ്രമിക്കുന്നത്. റൊണാൾഡ് പറയുന്ന സിദ്ധാന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ പറ്റുന്നത് ലേസർ കിരണങ്ങളുടെയും ഗുരുത്വാകർഷണ ബലത്തിന്റെയും സഹായത്തോടെയാണ് ഈ സാങ്കല്പിക യന്ത്രം പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത്തരമൊരു യന്ത്രം നിർമ്മിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് റൊണാൾഡ് തന്നെ പറയുന്നു. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും തന്നെ ടൈം ട്രാവൽ സാധ്യമാകുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ തന്നെ ഭാവിയിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലായി ഭാവിയിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നു എന്ന് അവകാശപ്പെടുന്ന കുറച്ചു പേരുണ്ട്. അതിൽ ഒരാളാണ് ജോൺ ടിറ്റോർ. താൻ 2036 നിന്നും 2000 ടൈം ട്രാവൽ ചെയ്തു വന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം. 2000-നും 2036-നും ഇടയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ ഇയാൾ നടത്തിയിരുന്നുവെങ്കിലും ഒരു പ്രവചനം പോലും സത്യമായില്ല. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ മറ്റൊരാളാണ് നോവ. ഇന്റർനെറ്റിൽ വളരെയേറെ ചർച്ചാ വിഷയമായ സംഭവമാണ് നോവയുടെ വെളിപ്പെടുത്തലുകൾ. 2030-ൽ നിന്ന് വന്നു എന്നാണ് നോവ അവകാശപ്പെട്ടത്. തന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ടെന്നും നോവ പറഞ്ഞിരുന്നു. ഒടുവിൽ അതെല്ലാം വെറും കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. ഇതുപോലെ ഒരുപാട് പേർ തങ്ങൾ ടൈം ട്രാവലേഴ്സ് ആണ് എന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും കാണിക്കുവാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടുമില്ല. എന്തായാലും നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ ടൈം ട്രാവലേഴ്സ് ആണ്. എന്നുവെച്ചാൽ ഭാവിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ എല്ലാവരും. തിയറികളുടെ അടിസ്ഥാനത്തിൽ ടൈം ട്രാവൽ സാധ്യമാണ്. വളരെ ചെറിയ രീതിയിൽ നമ്മൾ അത് അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ കൃത്യമായ ഒരു ടൈം ട്രാവൽ, മനുഷ്യർ ആഗ്രഹിക്കുന്ന പോലൊരു ടൈം ട്രാവൽ സാധ്യമാകുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക. ഇതുപോലെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.